63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കലാമത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 5 ഗോത്രകലകൾ ഉൾപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ കാലം കഴിഞ്ഞാൽ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ വിവിധ വേദികളിൽ മത്സരം പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക്. किम तक जे जे जकनम जक जकनम किम जक जे जे तकिन्नम जे जे दिकिन्नम तकिन्नम दिकिन्नम किडतक तरिकिडतुम तकिन्नम दिकिन्नम किडतक तरिकिडतुम किडतक तरिकिडतुम तकिन्नम दिकिन्नम किडतक तरिकिडतुम किडतक तरिकिडतुम किडतक तरिकिडतुम ஆள்கொள்ள வேண்டும் ஐயனே ஆழி கையனே ஆட்கொள்ள வேண்டும் ஐயனே ஆழி கையனே ஆட்கொள்ள வேண்டும் ஐயனே ஆழி கையனே ஆழி கையனே ஆட்கொள்ள வேண்டும் ஐயனே ஆழி கையனே ஆட்கொள்ள வேண்டும் ஐயனே ஆழி கையனே மாட்டும் மையல் நோய் கொண்டு வாரதருள் வாட்டும் 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 மையல் நோய் கொண்டு தக்கத்தும் தக்கத்தின்ன குச்சி குத்தங் கிடதக தரி கிடதக தச்சும் தக்கச்சும் கிட்டச்சும் மாதவ மதுசூதன தக்கச்சும் கிட்டச்சும் தரி கிடச்சும் ஆதி புருஷ கேசவ தச்சம் தக்கச்சும் கிடச்சும் தரி தத தக்கத்தின தக்கச்சும் கிடச்சும் தரி கிடச்சும் சரி தத தக்கத்தின தச்சம் தக்கச்சும் கிடச்சும் தங் கிடதக திங் கிடதக த திங் கிட்ட தொங்க தகிட்ட திங்க த திங் கிட்ட தொங்க தகிட்ட திங்க த கிட்ட திங்க த திங் கிட்ட தொங்க தகிட்ட திங்க த கிட்ட திங்க த கிட்ட திங் த திங் நத்தும் 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 கிடதக சூடி தந்த மாலையை சூட்டி கொண்ட கோவிந்தா சூடி தந்த மாலையை சூட்டி கொண்ட கோவிந்தா சூடி தந்த மாலையை சூட்டி கொண்ட
കലാമേളകൾ തന്നെയാണ് അനന്തപുരിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ടിൻഡു ദാസ് ഉണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും. ടിൻഡു, 8 വർഷങ്ങൾക്ക് ശേഷം അനന്തപുരി വീണ്ടും ഒരു കലാമേളയ്ക്ക് ആവേശം പകരുന്ന കാഴ്ചകൾക്ക് ഒരുങ്ങുക തന്നെയാണ്. മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ടിൻഡു നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇത് കല്ലടയാറെന്നാണ് ഈ വേദിയുടെ പേര്. വേദി നമ്പർ 9 ആണ്. വേദി നമ്പർ 9 ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കഥകളി മത്സരമാണ് പുരോഗമിക്കുന്നത്. വലിയ ആരവമൊന്നും നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എങ്കിലും ആ കഥകളിയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കഥകളിയെ സ്നേഹിക്കുന്നവർ, കഥകളിയെ തപസ്യാക്കി സ്വീകരിച്ചു പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടും വളരെ ആസ്വാദനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കഥകളി ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. HS വിഭാഗത്തിന്റെ കഥകളിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് മത്സരം അവസാനിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് അടുത്ത മത്സരങ്ങൾ പുരോഗമിക്കുക. എന്തായാലും നേരത്തെ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കലോത്സവ കലാരംഗം തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുന്നത്. വിവിധ ഇടങ്ങളിലായിട്ട് കലാമത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഞാൻ അല്പം മുമ്പ് ഇപ്പോൾ ദേശഭക്തി ഗാനം നടക്കുന്ന പള്ളിക്കൽ എന്ന വേദിയിൽ നിന്നുമാണ് ഞാൻ അല്പസമയം മുമ്പ് വന്നത്. അവിടെയും HS വിഭാഗത്തിന്റെ ദേശഭക്തി ഗാന മത്സരമാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ കഥകളി മത്സരം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്റ്റേജുകളിൽ ഇതോടൊപ്പം തന്നെ മത്സരങ്ങൾ ആഘോഷം അല്ലെങ്കിൽ മത്സരങ്ങൾ ആരംഭത്തോടു കൂടി തന്നെ നടക്കുന്നുണ്ട്. ഈ കഥകളിയെ പറ്റി നമുക്ക് വളരെ ആനുകാലികമായിട്ട് അല്ലെങ്കിൽ കഥകളിയെ പറ്റി കഥകളിയുടെ ആഴത്തിൽ ഇറങ്ങി പറയാൻ അറിയില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന വേദിയിൽ കഥകളി അവസാന പദം പൊട്ടിക്കേറുകയാണ്. അപ്പോൾ അവിടെ കാഴ്ചക്കാരെല്ലാം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ അല്ലെങ്കിൽ കഥകളിയിൽ മത്സരിക്കുന്നവർ അവരൊക്കെ വളരെ ക്ഷമയോടുകൂടി നല്ല രീതിയിൽ കഥകളി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ കാലവും വാർത്തയിൽ പ്രധാനമായിട്ട് വരുന്ന സ്കൂൾ തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങൾ വരുന്ന 4 ദിവസം വളരെ ആഘോഷമായിരിക്കും. സ്കൂളും മത്സരവും കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ സ്റ്റേജ് കുളമ്പൽ അല്ലെങ്കിൽ സ്റ്റേജ് തകർക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളൊക്കെ മറ്റുമാണ് നടന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള മത്സരങ്ങൾ, വളരെ ആവേശജനമായ മത്സരങ്ങൾ നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ ശരി ടിൻഡു, എന്തായാലും കഥകളി മത്സരം പുരോഗമിക്കുക തന്നെയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ. ഇനി ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന ഗോത്ര കലകളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മംഗലം കളി ഹൈസ്കൂൾ വിഭാഗം SNHS പുല്ലുംകുളം നോർത്ത് പരവൂറാണ് അവതരിപ്പിക്കുന്നത്. അതിലേക്ക്
दर्शने